ഓസ്കാർ ജേതാവായ റസൂ പൂക്കുട്ടിയെ കുറിച്ചിട്ട് നമുക്ക് ഭയങ്കര അഭിമാനമായിരുന്നു. കാരണം നമ്മുടെ ഇന്ത്യക്ക്, നമ്മുടെ കേരളത്തിന് അങ്ങനെ ഓസ്കാർ കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മൾ അത് കിട്ടിയപ്പോഴുണ്ടാകുന്ന നമുക്കെല്ലാവർക്കും അയാൾക്കാണ് കിട്ടിയെങ്കിൽ പോലും, ആ മനുഷ്യനാണ് കിട്ടിയെങ്കിൽ പോലും നമുക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഒരു ഓസ്കാർ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. അപ്പോ നമ്മൾ അങ്ങനെ അഭിമാനത്തോടു കൂടി വളരെ ആദരവോടുകൂടി കണ്ടുകൊണ്ടിരുന്ന ഒരാളെ ഈ കേരള സമൂഹത്തെ കല്യാണം കഴിച്ചിട്ട് പിന്നെ സജിന നൂർ എന്നാണ് ഇപ്പൊ പേര് സജിന ഫിറോസ് ആയിരുന്നു. സജിന ഫിറോസ് എന്ന് പറയുന്ന ഒരു ലേഡി. അപ്പൊ ഞാൻ അവരുടെ വീഡിയോ കാണാനായിട്ട് ഈ സോഷ്യൽ മീഡിയ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവരുടെ വീഡിയോ, ഇവരുടെ എഡ്യൂക്കേഷൻസ് ആണ് വരുന്നത്. അപ്പൊ എന്താണെന്ന് എന്നത് നോക്കിയതാണ്, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ നോക്കിയതാണ്. പക്ഷെ ഇത് നിൽക്കുന്നില്ല, ഇതിങ്ങനെ തുറന്നുകൊണ്ടേ പോകുന്നതാണ്. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ പ്രായത്തിലുള്ള, അല്ല സജിനയും ഫിറോസിന്റെയും പ്രായത്തിലുള്ള ആൾക്കാർ മാത്രമല്ല ഈ ഒരു പിന്നെ എന്താ പറയാ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തത്. നിങ്ങൾക്കും ചെറിയ 2 കുട്ടികളുണ്ട്. നിങ്ങൾക്ക് ആണിനാണും പെണ്ണിന് പെണ്ണുമായിട്ട് 2 കുട്ടികളുണ്ട്. വളർന്നു വരുന്ന ഈ ചെറിയ തലമുറയെ, ഈ കുട്ടികളെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളും പിന്നെ കരിവാരിത്തേക്കലും പിന്നെ അപവാദം പറച്ചിലും പരസ്പരം സജിനയും ഫിറോസും ഡൈവോഴ്സ് ആയില്ലോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അവർ തമ്മിൽ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇവർ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു തന്നെ എനിക്ക് സംശയമുണ്ട്. ഇവര് ബിഗ് ബോസിലുണ്ടായിരുന്ന സമയത്ത് തന്നെ ഇയാൾ ഭയങ്കര എന്താ പറയാ, ഞാൻ കുറച്ച് കാണാനിടയായി. ആ സമയത്ത് ഇയാൾ ഭയങ്കര അരകണ്ടായിട്ടാണ് ഇവരോട് ഇഷ്ടപ്പെട്ടത്. ഈ സ്ത്രീ ഒരു പാവം പിടിച്ച ഒരു പാവ കുട്ടിയെ പോലെയാണ് അന്ന് എനിക്ക് തോന്നിയത്. പക്ഷെ പിന്നെ അതുപോലെ തന്നെ ഇവരുടെ കൂട്ടുകാരികളായ ഈ ഡിയാസന എന്ന് പറയുന്ന പിന്നെ ഒരു ഫാമിലി പിന്നെ ഈ റൗണ്ടിലെ ഞാൻ അവര് സിഗരറ്റ് വലിക്കുന്നത് ഞാൻ കണ്ടതാണ് ബിഗ് ബോസിൽ. അവര് ലഹരി ഉപയോഗിക്കത്തില്ല എന്ന് പറയുന്നത് അവർ സിഗരറ്റ് വലിക്കുക. പിന്നെ അവർ പറഞ്ഞ വേറൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പിന്നെ എന്താ പറയാ, ഞാൻ ലഹരിക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് ഡിയാസന പറഞ്ഞു കഴിഞ്ഞൊരു വീഡിയോയില്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ, ലഹരിക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ദിയാസന അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണമായിരുന്നു. ഈ ഒന്ന് പിടിച്ചു കഴിഞ്ഞ് കുലുക്കി കഴിഞ്ഞു കഴിഞ്ഞാല് മൂക്കിന്ന് എന്താ പറയാ MDMA വരുന്ന ഈ സജിനയെ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞില്ല. സജിന ഇങ്ങനെ അഡിക്റ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിയാണ്, ഇതിന് വഴി പിന്നെ അങ്ങനത്തെ ഒരു ലേഡിയാണ് ഇവരെന്നുള്ളത് നിങ്ങൾ പറഞ്ഞില്ല നേരത്തെ. ഈ ഒരു അലിഗേഷൻസ് ഉണ്ടായിട്ടല്ലേ നിങ്ങൾ ഇതൊക്കെ പറയുന്നത്. അപ്പൊ നിങ്ങളും ശരിയല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. നിങ്ങൾ എല്ലാവരും കണക്കാണ്. നിങ്ങൾ എല്ലാവരും കൂടിയാണ് വളം വെച്ചിട്ട് അവരെ ഈ ഒരു ലെവലിലേക്ക് നിങ്ങൾ എല്ലാവരും കൂടി എത്തിച്ചത്. അവരെത്തിയതല്ല, അവരെന്തായാലും എത്തും. കാരണം എന്താണെന്നറിയാമോ, അവരെന്തോ സൈക്കോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ചില സമയത്ത് നമുക്ക് തോന്നും വട്ടാണ്, ചില സമയത്ത് തോന്നും സൈക്കോ ആണെന്ന്. ഇതിന്റെ കയ്യിലാണല്ലോ ആ റസൂൽ പൂക്കുട്ടി വന്ന് പെട്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ അയാളെ കുറിച്ചിട്ട് പിന്നെ ഇപ്പൊ കുറെ വീഡിയോ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, അയാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പെടുക തന്നെ ചെയ്യണം. ദൈവം അയാളെ പെടുത്തിയതാണ്. കാരണം എന്താണെന്നല്ലേ, അയാളുടെ ഭാര്യ ട്യൂമറായിട്ട് അതുപോലെ ക്യാൻസർ പേഷ്യന്റ് ആയിട്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പോ ഒന്നിലൊതുങ്ങിയില്ല, രണ്ടിലൊതുങ്ങിയില്ല. അയാളെ കുറിച്ചിട്ട് സജിന തന്നെ കുറെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പലരുമായിട്ട്. അവൾക്ക് തന്നെ സംശയമാണ്. അവളെ പരിചയപ്പെടുത്തി കൊടുത്ത കൂട്ടുകാരികൾ ഇവർ പരിചയപ്പെടുന്നതിന് മുമ്പേ ദിയാസനയും മറ്റുള്ളവരിലൊക്കെ ഈ റസൂൽ പൂക്കുട്ടിയെ പരിചയപ്പെട്ടാണെന്നാണ് പറയുന്നത്. അപ്പൊ അവര് മുഖാന്തരമാണ് റസൂൽ പൂക്കുട്ടിയെ സജിന പരിചയപ്പെട്ടതെന്നാണ് പറയുന്നത്. അപ്പോ അങ്ങനെ പരിചയപ്പെടുത്തിയതാണെങ്കിൽ പിന്നെ ഇവളോട് അവരും റസൂൽ പൂക്കുട്ടി മിണ്ടുന്നതോ സംസാരിക്കുന്നതോ കാണുന്നതോ അല്ലെങ്കിൽ ഫോൺ വിളിക്കുന്നതോ ഒന്നും ഇവൾക്ക് ഇഷ്ടമല്ല. അപ്പൊ ഇവളൊരു സൈക്കോ ആണ്, ശരിക്കും പറഞ്ഞ ഒരു സൈക്കോ ആണ്. അപ്പം ഇങ്ങനെയുള്ളവരെ വെച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ നാടിനാപത്താണ്. കാരണം നമ്മുടെ പൊതുസമൂഹത്തിലെ ഈ സോഷ്യൽ മീഡിയയുള്ള പ്ലാറ്റ്ഫോമില് നമ്മുടെ ചെറിയ കുട്ടികളും പിന്നെ അവർക്ക് സ്കൂളിലെ കാര്യങ്ങൾക്ക് വേണ്ടി, കോളേജിലെ കാര്യങ്ങൾക്ക് വേണ്ടി ആയിക്കോട്ടെ ഒക്കെ യൂസ് ചെയ്യുമ്പം എന്തൊക്കെ വൃത്തികേടുകൾ, എന്തൊക്കെ അപവാദങ്ങളാണ്, എന്തൊക്കെ മോശമായ വാക്കുകളാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത്. ഞാനത് ഇത്രയും പ്രായത്തിനിടയിൽ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ കരിവാരിത്തേക്കുന്ന ഒരു ഭാര്യയും ഭർത്താവിനെയും. പറഞ്ഞു മനസ്സിലായോ? ഇത് നിർത്താറായില്ല, എത്ര നാളായി തുടങ്ങിയിട്ട്. അപ്പൊ ഇതെല്ലാം മാറി ഇപ്പൊ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അവർ രണ്ടുപേരും ഈ റസൂൽ പൂക്കുട്ടി ഉൾപ്പെടെ സ്വർണ്ണക്കടത്തുണ്ടായിരുന്നു, ലഹരി മാഫിയുമായി ബന്ധമുണ്ട് ഇവർക്ക്, അങ്ങനെ പല രീതിയിൽ ബന്ധമുണ്ടെന്നുള്ള ഈ വട്ടത്തിൽ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവൾക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ, ഇവൾക്ക് സത്യം പറഞ്ഞ ഒരു എത്തിപ്പിടിയും കിട്ടാതെ ഇവള് ശരിക്കും പറഞ്ഞ നിലയില്ലാത്ത കാര്യത്തിലേക്ക് ചാടിയിരിക്കുകയാണ്. പലരും ഇതിൽ കുടുങ്ങും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പം എന്തായാലും എനിക്ക് ഇത്രയും വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ഒരു വീഡിയോ ഇവിടെ ചെയ്യണം എന്ന് തോന്നി. ഇനി ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കും. അപ്പൊ എല്ലാവരും ഇത് നിങ്ങൾ കമന്റ് ആയിട്ട് നിങ്ങൾ എന്തായാലും ഇന്ന് രേഖപ്പെടുത്തണം. ഇത് എന്താ പറയുക, ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിലെ ഇപ്പം ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇതിന് പുറത്തുള്ള ആൾക്കാരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇവരുമായി ബന്ധപ്പെട്ട ഇവളെ പരിചയപ്പെടുത്തിയത് കുറെ ആൾക്കാരാണല്ലോ. റസൂൽ പൂക്കുട്ടിയെ പരിചയപ്പെടുത്തിയതും ഇവ കുറെ 10 കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടെന്നായിരുന്നല്ലോ പറഞ്ഞത്. പിന്നെ ഈ ഫീൽഡിൽ വന്നപ്പോ നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട്സ് തന്നെ ഇടപെട്ടിട്ട് ഈ കേസ്
മര്യാദ ഒതുക്കി നിർത്തുക. കാരണം എന്താ പറയുന്നത്, ഇങ്ങനെ അഴിഞ്ഞിടാനുള്ളതല്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് സോഷ്യൽ മീഡിയ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, രണ്ട് കാര്യം, 3 ദിവസം ഇത് ഒരാളൊരു വീഡിയോ ഇടുന്നു, അടുത്ത ആൾ വേറെ വീഡിയോ ഇടുന്നു. ഇത് അവരെ അവരെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാർ തന്നെയാണ് ഈ വീഡിയോ ഇടുന്നത് മൊത്തം. മാത്രവുമല്ല, ആരും ഈ ഈ പൊതുജനങ്ങൾ ആരുമല്ല ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അവർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടു. ജനങ്ങൾ ഇതെടുത്തിട്ട് കണ്ടന്റ് ആക്കി ഇട്ടു. ജനങ്ങളെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളാണ് നിങ്ങളുടെ പല്ലിന്റെ അടുപ്പത്തി മടപ്പിച്ചത്. പറഞ്ഞു മനസ്സിലായോ? അപ്പോ നിങ്ങൾ തന്നെ പരിഹാരം കണ്ടെത്തുക. എത്രയും പെട്ടെന്ന് ഈ വിഷയം നിങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് കുറെ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ഈ സജിനിയ ഫിറോസും ഉള്ള മറ്റുള്ളവരെല്ലാം. പറഞ്ഞു മനസ്സിലായി? കുറെ എണ്ണങ്ങളെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുങ്ങളെല്ലാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ.